ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ആദ്യമായിട്ടാണ് കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ ഒരു സുപ്രധാനമായ ചുമതല കൈവന്നിരിക്കുകയാണ്. എന്തു തോന്നുന്നു? പ്രധാനമന്ത്രി ആദ്യമായിട്ട് MP ആയി വന്ന ഉടനെ തന്നെ പ്രൈം മിനിസ്റ്റർ ആവുക ചെയ്തത്. എന്ന് പറഞ്ഞാൽ നത്തിങ് ഇമ്പോസിബിൾ. എല്ലാവരും സഹകരിച്ചിട്ടാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ് മുഴുവൻ, എസ്പെഷ്യലി നമ്മുടെ മിനിസ്റ്റർ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു ഭയമില്ലാതെ ഏറ്റെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? നമ്മുടേതായൊരു പ്രത്യേക പ്ലാനൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനെ സംബന്ധിച്ച് മുൻധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാവിയെപ്പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ബേസ്ഡ് ഓൺ ദി കൺസൾട്ടേഷൻ. ഹജ്ജ് കമ്മിറ്റി മെമ്പേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് ബെസ്റ്റ് ഓഫ് ഹാജീസ് ഇൻട്രസ്റ്റ്, ആ ഹാജിമാരുടെ ഇൻട്രസ്റ്റിന് അനുകൂലമായിട്ട് ഏത് തീരുമാനം എടുക്കണോ അതെടുക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പോൾ വളരെ പ്രവൃത്തി പരിചയമുള്ള കുറച്ചധികം പേർ കമ്മിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ ചെയർമാനെ പോലെ പുതുമുഖങ്ങളുമുണ്ട്. അപ്പോൾ രണ്ടും ചേർന്ന സമ്മിശ്രമായ ഒരു കമ്മിറ്റിയാണ്. അപ്പം നേരത്തെ നമ്മൾ പറയാറുണ്ട്, ഫലവത്തായ പഴമയും അതുപോലെ പുതുമയുള്ള പുതിയ ജനറേഷൻ, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നാം മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഹജ്ജ് കമ്മിറ്റിയുടെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾക്ക് കരുത്ത് പകരുന്നു മനസ്സിലാക്കും. ഇപ്പോൾ ചുമതല ഏറ്റ ഉടനെ തന്നെ ഒരു വലിയ ഒരു ജോലിയുണ്ട്. അതായത് ഹജ്ജ് കമ്മിറ്റി ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അതാണോ ആദ്യത്തെ അജണ്ട? അത്തരം കാര്യങ്ങളൊക്കെ ആഫ്റ്റർ കൺസൾട്ടേഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ചുമതലയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മികച്ച രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രത്യാശയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം ഗോപാൽ ശിലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.